ശരണ്യ, അനീഷിന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞത്, ഈ കുഞ്ഞിന് സൗജന്യ ചികിത്സ നൽകാമെന്ന് പറഞ്ഞത് കേരളത്തിന്റെ മന്ത്രിമാരാണ്. ഒന്നല്ല, രണ്ട് മന്ത്രിമാർ, കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും ഒപ്പം മന്ത്രി സജി ചെറിയാനും. ആ ചേർത്ത് പിടിക്കൽ ഉണ്ടായോ? താങ്ങിയോ ഈ കുടുംബത്തെ ഈ മന്ത്രിമാർ? കുഞ്ഞിന് സൗജന്യ ചികിത്സ ലഭിച്ചു. സൗജന്യ ചികിത്സ എന്ന മന്ത്രിമാരുടെ ഉറപ്പ് അത് എവിടെ എത്തി എന്നാണ് നമുക്ക് അറിയേണ്ടത്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. പൂർണ്ണ അംഗവൈകല്യത്തോടുകൂടി ജനിച്ച കുഞ്ഞിനെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞത് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാണ്, ഒപ്പം മന്ത്രി സജി ചെറിയാനാണ്. ജനുവരിയിൽ നടന്ന അദാലത്തിലാണ് മന്ത്രി സജി ചെറിയാൻ ഈ കുഞ്ഞിന് സൗജന്യ ചികിത്സ ഉറപ്പാക്കുമെന്ന് കുടുംബത്തിന് ഉറപ്പ് നൽകിയത്. ആ ഉറപ്പ് എത്രമാത്രം പാലിക്കാൻ സാധിച്ചു എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേർന്നു. ശരണ്യ, അനീഷിന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കും, ഞങ്ങളുണ്ട് എന്ന് ഉറപ്പ് നൽകിയത് കേരളത്തിലെ മന്ത്രിമാരാണ്. ആരോഗ്യമന്ത്രിയും മന്ത്രി സജി ചെറിയാനുമാണ്. ആ ഉറപ്പ് പാലിച്ചു. സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഒരു കുടുംബത്തിന്റെ അവസ്ഥയാണ് ഇത് എന്നുള്ളതാണ്. ഡ്രൈവിംഗ് തൊഴിലാളിയാണ് നമ്മൾ നേരത്തെ കണ്ട അനീഷ് സുറുമി ദമ്പതികൾക്ക് മൂന്നാമതായി ഉണ്ടായ കുഞ്ഞിനാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലാണ് സുറുമിയുടെ ഗർഭകാല ചികിത്സ നടന്നിരുന്നത്. ഈ ഘട്ടത്തിലൊക്കെ തന്നെയും കുട്ടിയുടെ അമ്മയ്ക്ക് ഓരോ ഇടവേളകളിലും ഉണ്ടാകേണ്ട സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾ നടന്നിട്ടുണ്ട്. ഈ ഡോക്ടർമാർ നിർദ്ദേശിച്ച പ്രകാരം, അതായത് നേരത്തെ സൂചിപ്പിച്ച ഡോക്ടർ ഷേർലി, ഡോക്ടർ പുഷ്പ, ഇവർ രണ്ടുപേരുമാണ് സുറുമിക്ക് വേണ്ട ചികിത്സകൾ നൽകിയിരുന്നത്. തുടർന്ന് ഇവരുടെ നിർദ്ദേശാനുസരണം പുറത്തെ സ്വകാര്യ ലാബുകളിൽ 2 ലാബുകൾ, അതായത് ശങ്കേഴ്സ്, ബിഡാസ് എന്നീ ലാബുകളിൽ സുറുമിയുടെ ഗർഭകാലത്തെ പരിശോധന, അതായത് കുട്ടിയുടെ വളർച്ചയെ സംബന്ധിച്ചൊക്കെയുള്ള ഗർഭകാല സ്കാനിങ്ങുകൾ നടന്നു. എന്നാൽ ഈ സ്കാനിങ്ങുകളിലൊന്നും തന്നെ കുട്ടിക്ക് വൈകല്യമുണ്ട് എന്നുള്ളത്, അതായത് പ്രത്യക്ഷത്തിൽ തന്നെ വൈകല്യമുള്ള കുഞ്ഞാണ്. കുട്ടിക്ക് വായിലൂടെ ഭക്ഷണം കഴിക്കാനോ, വായിക്ക് പ്രശ്നമുണ്ട്, വായിലൂടെ ഭക്ഷണം കഴിക്കാൻ ഒന്നും കഴിയില്ല. കണ്ണുകൾ തന്നെ തുറന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ, കാരണം കണ്ണുകൾ ഇങ്ങനെ അടഞ്ഞ അവസ്ഥയിലാണ്. ഒപ്പം തന്നെ കാലിന്റെ പത്തി പ്രശ്നമുണ്ട്, ഹൃദയത്തിന് പ്രശ്നമുണ്ട്, അങ്ങനെ തലച്ചോറിന് വളർച്ചക്കുറവുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കുട്ടിയുടെ ഗർഭകാലയളവിൽ ഉണ്ടായിട്ട് പോലും അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതായത് ഈ സ്കാനിംഗ് നടത്തിയ റേഡിയോളജിസ്റ്റുകൾക്കോ ഇത് പരിശോധിച്ച ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാർക്കോ ഒരു ഘട്ടത്തിലും ഈ പ്രകടമായ പ്രശ്നങ്ങൾ പോലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഈ വാർത്തയുടെ തുടക്കം. അതായത് ഈ കുട്ടിയെ തുടർന്ന് നവംബറിൽ കുഞ്ഞ് അവസാന നിമിഷം, അതായത് WNCയിൽ നിന്നും അവസാന നിമിഷം കുട്ടിയെ സുറുമിയെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി പിറക്കുകയും ചെയ്യുന്നു. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് ആദ്യ പരിശോധനയിൽ തന്നെ കുട്ടിക്ക് പ്രശ്നമുണ്ട് എന്ന് അവർ കണ്ടെത്തുകയും കുടുംബത്തെ അറിയിക്കുകയുമായിരുന്നു. പിന്നീട് കുട്ടി ജനിച്ച ദിവസങ്ങളോളം ഇവരെ രക്ഷകർത്താക്കളെ കാണിക്കാതെ തന്നെ അകത്ത് വെച്ചു. ഈ കുട്ടിയുടെ സാഹചര്യം കണ്ടതോടുകൂടി തന്നെ ഈ കുടുംബം തകർന്നു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് ഈ കുഞ്ഞിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നേടുകയും വളരെ ക്വാളിഫൈഡ് ആയിട്ട് ഡോക്ടർമാർ നോക്കുകയും ചെയ്തിട്ടും എന്തുകൊണ്ട് വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ഇത് കണ്ടെത്താനായില്ല, സ്കാനിംഗ് നടത്തിയ റേഡിയോളജിസ്റ്റുകൾക്കും ഇത് കണ്ടെത്താനായില്ല എന്നുള്ളതൊരു വലിയ ചോദ്യമായി ഉയർന്നു. ഗർഭകാലത്തെ ചികിത്സാ പിഴവായിരുന്നു ഇതിന്റെ പ്രശ്നം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഈ സംഭവം പോലീസിൽ കേസെടുക്കുകയും വലിയ വിവാദമാവുകയും ചെയ്തതോടുകൂടിയാണ് ആരോഗ്യമന്ത്രി ഈ വിഷയം അന്വേഷിക്കുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ ആലപ്പുഴയിലേക്ക് അയക്കുന്നത്. ഡോക്ടർ മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആലപ്പുഴയിലെത്തി. തുടക്കഘട്ടത്തിൽ തന്നെ ലാബിന് വീഴ്ച വന്നു എന്നുള്ളത് അവർ കണ്ടെത്തി. ഈ ലാബുകൾ രണ്ടും അടച്ചുപൂട്ടുമെന്ന് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമുണ്ടായി. അതിനുശേഷം ഈ കുട്ടിയുടെ ചികിത്സ സംബന്ധിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ആരോഗ്യവകുപ്പ് ഏറ്റെടുക്കുമെന്ന് ആദ്യ പ്രഖ്യാപനം വീണ ജോർജിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നത്. ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായി, ഈ ലാബ് അടച്ചുപൂട്ടും എന്നൊക്കെ പറയുമ്പോഴും കുറ്റക്കാരെ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ പോലും മറ്റു നടപടികളൊന്നും ഈ വിഷയത്തിൽ ഉണ്ടായില്ല. ഈ ലാബുകളെല്ലാം തന്നെ പുതിയ പേരുകളിൽ പുതിയ രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തേക്ക്
അനീഷിന്റെ കുടുംബം നേരിട്ടത് സമാനതകളില്ലാത്ത ദുരിതമാണ് എന്നുള്ളതാണ്. കുഞ്ഞിന് മൂക്കിലൂടെ ട്യൂബ് ഇട്ടിരിക്കുകയാണ്. ഏത് സമയം വേണമെങ്കിലും കുട്ടി അത് വലിച്ച് പുറത്തേക്ക് എടുക്കാവുന്ന സാഹചര്യമാണ്. സുറുമി പ്രസവം കഴിഞ്ഞ ദിവസം മുതൽ ഇന്ന് വരെ ആ കുട്ടിയോടൊപ്പം ഉറങ്ങാൻ പോലും കഴിയാതെ വിവിധ ആശുപത്രികളിലായി കയറി ഇറങ്ങി നടക്കുകയാണ്. ഇവിടെ നിന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും ചികിത്സ ലഭ്യമാകുന്നതിനിടയിൽ കുട്ടിക്ക് ഗുരുതരാവസ്ഥയായി. പിന്നീട് തിരുവനന്തപുരത്ത് സർക്കാർ ചികിത്സ അവിടെ സർക്കാരിന്റെ അണ്ടറിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് SITയിലേക്ക് കൊണ്ടുപോയി. ഈ ഘട്ടത്തിലൊക്കെ തന്നെ ഇവരുടെ കുഞ്ഞുങ്ങളെ ഇവര് ബന്ധുക്കളെ ഏൽപ്പിച്ച്, 2 പെൺകുട്ടികളാണുള്ളത്. ഈ 2 ചെറിയ കുഞ്ഞുങ്ങളെ ബന്ധുക്കളെ ഏൽപ്പിച്ച് ഈ രക്ഷകർത്താക്കൾ SITയിൽ പോയി തിരുവനന്തപുരത്ത് നിൽക്കേണ്ട ഘട്ടത്തിലാണ്. അപ്പോഴൊന്നും തന്നെ ഈ അനീഷ് തൊഴിലെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പിന്നീട് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇവിടേക്ക് വന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. ഇപ്പൊ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ JSSK അടക്കമുള്ള പദ്ധതികൾ വന്ന പാളിച്ച പോലെ തന്നെ ഇവിടെയും കുട്ടിക്ക് മരുന്ന് നൽകാനായി ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. കുട്ടിയെ ഒരു റൊട്ടീൻ ചെക്കപ്പിന് വിധേയരാക്കി വിടുന്നതിനപ്പുറത്തേക്ക് വിദഗ്ധമായ ചികിത്സയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മരുന്ന്, ഭക്ഷണം, ഈ കുട്ടിക്ക് പീഡിയാട്രീഷ്യൻ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 740 രൂപയോളം വില വരുന്ന ആ പൗഡർ തന്നെ കൊടുക്കണം എന്നുള്ളതാണ് പീഡിയാട്രീഷ്യൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല മറ്റു മരുന്നുകളും ആവശ്യമായി വരുന്നു. കുട്ടിക്ക് ട്യൂബ് മാത്രം മെഡിക്കൽ കോളേജ് നൽകുന്നു. കഴിഞ്ഞ ദിവസം നൽകി ചെന്നപ്പോഴും 180 രൂപയുടെ മരുന്ന് മാത്രമാണ് അവിടെ നിന്ന് കിട്ടിയത്. ബാക്കി 700ഓളം രൂപയുടെ മരുന്ന് ഇവർ പുറത്തുനിന്ന് വാങ്ങേണ്ടതാണ്. ആ ബില്ലുകളടക്കം നിരത്തിയാണ് അനീഷ് നമ്മുടെ മുന്നിലേക്ക് വന്നത്. തീർച്ചയായും അനീഷ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, ഞാൻ അനീഷിലോട്ടൊന്ന് പോവുകയാണ്, അതിനുശേഷം ശരണ്യയിലോട്ട് വരാം. എന്താണ് ആ കുടുംബം നേരിടുന്ന വലിയ ബുദ്ധിമുട്ടെന്ന് മന്ത്രിമാർ പറഞ്ഞ ഉറപ്പ് പാഴായോ അല്ലെങ്കിൽ പാലിച്ചോ എന്നൊക്കെ നമുക്ക് ആ അച്ഛനിൽ നിന്ന് തന്നെ അറിയാം. കാരണം ആ അച്ഛനാണ് ആ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ടത്. അനീഷ് നമുക്കൊപ്പം ചേരുന്നു, ആ കുഞ്ഞിന്റെ അച്ഛനാണ്. അനീഷ്, ഗുഡ് മോർണിംഗ്. എനിക്ക് മനസ്സിലാകും, ഞാൻ ഈ വാർത്ത കേട്ടതാണ്, വലിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ട്. അത് അനീഷ് തന്നെ പറയണം, തുറന്നു പറഞ്ഞുകൊള്ളൂ. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അനീഷ് ഇപ്പോൾ നേരിടുന്നത്? ഗുഡ് മോർണിംഗ് മാഡം. ബുദ്ധിമുട്ട് ആരോഗ്യമന്ത്രിയും സജി ചെറിയാൻ മന്ത്രിയും കുഞ്ഞിന്റെ കരുതലും കൈത്താങ്ങും എന്ന പദ്ധതിയിൽ കുഞ്ഞിന്റെ ചികിത്സ ഉറപ്പാക്കി എന്ന് പറഞ്ഞു. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ DMOക്കാണ് അതിന്റെ ചുമതല കൊടുത്തിരുന്നത്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ DMOയും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും പിന്നെ ചീഫ് ഡോക്ടർമാരും എല്ലാവർക്കും ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് നിയമപരമായിട്ട് യാതൊരുവിധ അറിയിപ്പും ഉണ്ടായിട്ടില്ല. കുഞ്ഞ് ജനിച്ചത് നവംബർ 8-ാം തീയതിയാണ്. ഈ നവംബർ 8-ാം തീയതി തൊട്ട് എന്റെ ജീവിതം താറുമാറായിരിക്കുകയാണ്. 4 ഡോക്ടർമാര് ആലപ്പുഴ WMC ആശുപത്രിയിലെയും ആലപ്പുഴ മിഡാസ് ശങ്കേഴ്സ് എന്ന് പറയുന്ന ലാബിലെയും റേഡിയോളജിസ്റ്റുമാരായ ഡോക്ടർമാരുടെയും തീർത്തും അവരുടെ ജോലിയിൽ കാണിച്ച മോശത്തരത്തിൻ്റെതാണ് ഞാനും എന്റെ കുടുംബവും ഇന്നിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 8-9 മാസമായി ഞാൻ ജോലിക്ക് പോയിട്ട്. എനിക്ക് വേറെ 2 കുട്ടികളുണ്ട്. ഈ കുട്ടികളുമായിട്ട് ഞാൻ തേരാപ്പാര. ഓരോ പെൺകുട്ടികളാണ് എന്റെ. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും ഞാൻ മറ്റൊരു വീട്ടിൽ ആക്കിയിട്ടാണ് ഞാൻ ഓരോ കാര്യത്തിന് പോകുന്നത്. കാര്യം നമ്മുടെ സുരക്ഷിതത അത്രയാണല്ലോ സുരക്ഷിതത്വം. പിന്നെ രണ്ടാമത്തത്, തിരുവനന്തപുരം SIT ആശുപത്രിയിലേക്ക് ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് SITയിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി 79 ദിവസം അവിടെ ഞാനും എന്റെ കുടുംബവും നരകിച്ചു കിടന്നു. ആ നരകയാതനയുടെ ഭാഗമായിട്ട് എന്റെ കുഞ്ഞുങ്ങൾ 2 പേരും ആലപ്പുഴയിൽ കിടന്ന് നരകിച്ച്. എന്റെ വൈഫിന് അവിടെ വെച്ച് പിന്നെ ഇതായി ICUയിൽ ഇരുന്ന് അവൾക്ക് ഡിപ്രഷനായി. അങ്ങനെ ലാസ്റ്റ് അവളെ അവിടുത്തെ ആശുപത്രിയിൽ കാണിക്കേണ്ട സാഹചര്യമായി. അവിടെ കാണിച്ചപ്പോഴത്തേക്ക് അവിടെ കിടക്കാൻ പോലും ബെഡില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് പറഞ്ഞ് ആലപ്പുഴയിലേക്ക് നിങ്ങൾ ഒന്നിലെ എന്റെ കുഞ്ഞിനെ സർക്കാർ ഏറ്റെടുക്കുക, ഇല്ലെങ്കിൽ എനിക്ക് കുഞ്ഞിനെ നോക്കാൻ